ഹായ് ഗൈസ്. സോ ഇന്നലെ ഞാൻ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. നന്നായിട്ട് ഉറങ്ങി. നല്ല കാറ്റുണ്ടായിരുന്നു. 5ാമത്തെ ഫ്ലോറിലാണിത്. 5ാമത്തെ. സോ നിങ്ങൾ കേട്ടത് വളരെ ശരിയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ 5ാമത്തെ ഫ്ലോറിൽ ടെറസിൽ കിടന്നാണ് ഞാൻ ഇന്നലെ ഉറങ്ങിയത്. ആൻഡ് ഐ സ്ലെപ്റ്റ് വെരി വെൽ ബിക്കോസ് നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല സമാനത്തിൽ ഉറങ്ങി. ആൻഡ് താങ്ക്സ് ടു ഓൾ ദ ഫ്രണ്ട്സ് ഹു ഐ മെറ്റ് ഇൻ കർണൂൽ. എവ്രിബഡി. നിങ്ങൾ കാരണം എനിക്ക് കർണൂൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. സോ കർണൂൽ ഇസ് എ ഡിസ്ട്രിക്ട് ഇൻ ആന്ധ്രാപ്രദേശ്. അതിൻ്റെ സിറ്റിയിൽ തന്നെ വന്ന് എനിക്ക് ഇങ്ങനെ താമസിക്കാനും അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയതെല്ലാം അവിടെ ഞാൻ പരിചയപ്പെട്ട ആൾക്കാർ കൊണ്ട് മാത്രമാണ്. സോ താങ്ക് യു എവരി വൺ. ഓക്കെ, സോ എൻ്റെ ഡേ 3. വെൽക്കം ടു ദ വീഡിയോ. സോ സൈക്ലിംഗ് ഫ്രം ഹൈദരാബാദ് ടു കേരള 1200 കിലോമീറ്റേഴ്സ്, ഡേ 3. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബാംഗ്ലൂർക്ക് പോകാനുള്ള NH44 ഹൈവേ. സോ ഐ വാസ് എൻജോയിങ് ദിസ് അപ്പ് ഹിൽ. കാരണം ഫ്രഷ് ലെഗ്സ്, ഫ്രഷ് മോർണിംഗ്. യെസ്റ്റർഡേ യു സ്ലെപ്റ്റ് വെൽ. നല്ല ഫുഡ് കഴിച്ചു. സോ മൈൻഡും ഹാപ്പിയാണ്, എല്ലാം. അപ്പോൾ നല്ല എനർജി ഉണ്ടായിരുന്നു. സോ ഐ ഡിഡ് ദ അപ്പ് ഹിൽ. ബട്ട് ദ പ്രോബ്ലം വാസ്, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ബോർഡ് കണ്ടില്ലേ, ഇതിൻ്റെ സൈഡിൽ ആക്ച്വലി അവർ ഡിവൈഡ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ ഡിവൈഡർ വഴി എനിക്ക് അപ്പുറത്തേക്ക് പോകണമായിരുന്നു. ബട്ട് ഞാനത് ശ്രദ്ധിച്ചേയില്ല. സോ വാട്ട് ഐ വാസ് ഡൂയിങ് വാസ് ഐ വാസ് എൻജോയിങ് ദ റോഡ്. ഞാൻ കഷ്ടപ്പെട്ട് ചവിട്ടി ഈ വീഡിയോയിൽ കാണുന്ന ഈ അപ്പ് ഹില്ലൊക്കെ കയറി, ഇങ്ങനെ കയറ്റമൊക്കെ കയറി. ബിക്കോസ് ബോത്ത് സൈഡ് ചെറിയ ചെറിയ ഹില്ലുണ്ട്. അപ്പോൾ ലൊക്കേഷൻ കാണാൻ അടിപൊളിയാണ്. പക്ഷെ കാലിന് കുറച്ച് എഫേർട്ട് ഇടുന്നത് മാത്രം. അപ്പോൾ നമ്മൾ ഗിയർ കുറച്ച് ലോ ആക്കിയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകണം. പക്ഷേ ഞാൻ മാപ്പിൽ നോക്കുമ്പോൾ എവിടെയും, അല്ലെങ്കിൽ സൈഡിൽ മറ്റേ സൈൻ ബോർഡ് വെക്കുന്ന എവിടെയും ബാംഗ്ലൂരിൽ നിന്ന് കണ്ടില്ല. സോ ചെറുതായിട്ടൊന്ന് വഴി തെറ്റി ഒരു 6 കിലോമീറ്റർ അഡീഷണൽ പോയി. അപ്പോഴേക്കും നല്ല വിശപ്പായി. പിന്നെ ഞാൻ റോഡൊക്കെ കണ്ടുപിടിച്ച് തിരിച്ചെത്തി. വന്ന് നേരെ ഇഡ്ഡലിയും 2 വടയും കഴിച്ചു. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ യൂസ് ടു ഈറ്റ് ദോശ, പക്ഷെ അത് കിട്ടിയില്ല. സോ ഇനി ഈ വീഡിയോൻ്റെ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യുക, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. സോ ഈ എക്സാക്ട് ലൊക്കേഷനിലാണ് ഈ കർണൂൽ ബസ് ആക്സിഡൻറ്റ് ഉണ്ടായത്. ഒരു ബൈക്ക് ബസ്സിൻ്റെ ഇടയിൽ പെട്ടിട്ട് 20 പേര് മരിച്ചുപോയ ഒരു ആക്സിഡൻറ്റ്. സോ ആ ഒരു എക്സാക്ട് ലൊക്കേഷനിൽ ആ ഒരു ബസ്സാണിത്. സോ എനിക്ക് അവിടെ കുറച്ച് നേരം നിന്നു ഞാൻ വീഡിയോ എടുക്കാനും അവിടുത്തെ അവശിഷ്ടങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട്. പക്ഷേ ഐ ഫെൽ ലിറ്റിൽ ക്രീപ്പി, കാരണം ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ വന്നു. സോ ദോസ് ഹു ഡോണ്ട് വാച്ച് ദിസ് പാർട്ട് ഓഫ് ദ വീഡിയോ. ഇപ്പോഴും അവിടെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് അവശിഷ്ടം ഇൻ ദ സെൻസ് ഡ്രസ്സിൻ്റെ ഒക്കെ. അഗെയിൻ ബാക്ക് ടു മൈ സൈക്കിൾ റൈഡ്. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം സീയിങ് സോ മച്ച് ഓഫ് ഗ്രീനറി. സോ ഇത് പപ്പായ കൃഷിയാണ്. പപ്പായയുടെ ഒരു ഫാം. ചെറിയ പപ്പായയാണ്, ലൈക്ക് പ്ലാന്റ്. അത് കഴിഞ്ഞ് വീണ്ടും സൈക്കിൾ ചെയ്തപ്പോൾ മാങ്ങകൾ ഇഷ്ടം പോലെ ആൾക്കാർ വിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഞാൻ ബ്രേക്ക് എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ, എപ്പോഴും ഞാൻ എവിടെ നിർത്തുമ്പോഴും കുറച്ച് ആൾക്കാരോ കുട്ടികളൊക്കെ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ. പിന്നെ അവിടെ നിന്ന് ഞാൻ സൈക്കിൾ ഓട്ടി ലഞ്ച് കഴിക്കാൻ വന്നു. ഈ ലഞ്ച് കഴിക്കുന്നതിന് ചെറിയ സ്റ്റോറി ഉണ്ട്. അതായത് ഞാൻ നേരത്തെ റെസ്റ്റ് എടുത്ത സ്ഥലത്തു നിന്നും ഈ ഇപ്പോൾ കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് 20 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഇൻ ബിറ്റ്വീൻ അവിടെ ഒരു ചായക്കടയും ഇല്ല, ഒരു ഹോട്ടലും ഇല്ല. വിശന്നിട്ടാണെങ്കിൽ വയ്യ. സോ വെയിലത്ത് ഞാൻ സൈക്കിൾ ഔട്ടി 2 മണിക്ക് മുന്നേ ആയിട്ട് അവിടെ എത്തി. ഫുഡ് കഴിച്ചു. ഫുഡ് അടിപൊളിയായിരുന്നു. പക്ഷേ ചിക്കൻ്റെ സൈസ് വളരെ ചെറിയ പീസായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റിത്തരാൻ പറഞ്ഞു. ആൻഡ് ദേ ഡിഡ് ദാറ്റ്. അവർ മാറ്റിയൊരു ഭയങ്കര വലിയ പീസൊന്നും അല്ലെങ്കിൽ ഒരുവിധം കുഴപ്പമില്ലാത്തൊരു ലെഗ് പീസ് തന്നു. ആൻഡ് ദ ഫുഡ് വാസ് ഓക്കെ. സോ എൻ്റെ ബില്ല് വന്നിട്ട് ഏകദേശം 245 ഇൻക്ലൂഡിങ് മൈ സ്പ്രൈറ്റ് ആൻഡ് വാട്ടർ ബോട്ടിൽ. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഈ സംഭവം ശ്രദ്ധിച്ചത്, പവർ നാപ്പ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് ഒരു ബെഡ് കിട്ടും, 2 മണിക്കൂർ ഉറങ്ങാൻ 100 രൂപ. ലിറ്ററലി സെറ്റപ്പ് കൊള്ളാം. സെറ്റപ്പ് കൊള്ളല്ലേ? കാരണം എല്ലാം അൺലോക്ക് ചെയ്തതും എല്ലാം ചെയ്തതും ഫോൺ ത്രൂ ആണ്. AC ഉണ്ട്, ക്യാമറ ഉണ്ട്, ഫാൻ ഉണ്ട്. ഞാൻ എൻ്റെ സൈക്കിൾ പുറത്ത് വെച്ചിട്ടുണ്ട്, ലോക്ക് ചെയ്തിട്ടുണ്ട്.
കടയുടെ സൈഡിൽ. ഇനി 2 മണിക്കൂറത്തേക്ക് 100 രൂപ. സോ ഐ ഹോപ്പ് 2 മണിക്കൂറത്തേക്ക് 100 രൂപ. നല്ല സെറ്റപ്പ്, നമുക്കിങ്ങനെ കിടന്നുറങ്ങാം. എന്തായാലും നല്ല വെയില പുറത്ത്. സോ ഐ തോട്ട് സ്ലീപ്പ് ഫോർ 2 hours. സോ നൈസ്. സോ ഗൈസ് 2 മണിക്കൂർ ഉറങ്ങുന്നതിന് 100 രൂപ കൊടുത്തിട്ട് ഞാൻ ഒരു 1.25 മണിക്കൂർ സൂപ്പറായിട്ട് ഉറങ്ങി. സോ ലോങ് ഒക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇത് അടിപൊളി പരിപാടിയാണ്. പുറത്തിറങ്ങി കുറേ കാലത്തിന് ശേഷം ഒരു വലിയ ഗ്ലാസ്സിലൊരു ചായ കിട്ടിയതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്തുണ്ടായിരുന്നു. നല്ല ചായ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെ താങ്ക് യു സോ മച്ച്. സോ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഈ 2 അപ്പൂപ്പന്മാരെ കണ്ടില്ലേ? ഒരു ഭയങ്കര സ്നേഹത്തിൽ എനിക്ക് 2 മാങ്ങ വന്നു. വേണമെങ്കിൽ ഇനിയും തരുമായിരുന്നു, ബട്ട് ഐ ടോൾഡ് ഇത് മതി, ഓക്കെ ഇനഫ്. പിന്നെ അതേപോലെ വേറൊരു കടയിൽ ഈ ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസ് തന്നു, അത് കുടിച്ചു. സോ എല്ലാ ആൾക്കാരുടെ സൈഡിൽ നിന്ന് ഭയങ്കര സ്നേഹം, ഭയങ്കര റെസ്പോൺസ്. ഐ ഫീൽ സോ ഹാപ്പി. അറ്റ്ലീസ്റ്റ് ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ച് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ തന്ന് ബൈക്കിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. സോ നന്നായി ഉറങ്ങാൻ പറ്റിയത് കൊണ്ട് ഭയങ്കര എനർജി ഉണ്ടായിരുന്നു. നല്ല ചായ കുടിച്ചത് കൊണ്ട് മനസ്സിന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ആൻഡ് ഇതൊരു നല്ല ഇറക്കം, ഒരു ഡൗൺ ഹിൽ ആയതുകൊണ്ടും ഭയങ്കര സന്തോഷം. പിന്നെ കുറേ കാലത്തിന് ശേഷം ഞാൻ സൈഡിലൊക്കെ വെള്ളം കാണുന്നത്. ഇത്രയും ദിവസം ഡ്രൈ ആയിരുന്നു ഏരിയ. പിന്നെ ഇതൊരു സായിബാബയുടെ ടെമ്പിൾ കണ്ടപ്പോൾ ഭയങ്കര ഒരു രസം തോന്നിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. എനിക്ക് എക്സാക്റ്റ് ലൊക്കേഷനോ ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. സോ അമ്പലം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സോ ഐ ടുക്ക് ദ വീഡിയോ. ഇനി ഞാനിങ്ങനെ സൈക്കിളോട്ടി പോകുന്ന സമയത്ത് ഇവിടെ ഡോൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. DON അല്ല, DHONE അങ്ങനെ എന്തോ ആണ്. അവിടെ വെച്ച് ഞാൻ ഒരു ചെക്കനെ പരിചയപ്പെട്ടു. ഐ കാൺ ടെൽ ഹിം ആസ് എ ഓൾഡർ ബ്രദർ ഓർ സംതിങ്. ഒരു പയ്യനാണ്. അവൻ മലയാളിയാണോ എന്ന് ചോദിച്ച് എന്നെ പരിചയപ്പെട്ടതിന് ശേഷം ഹി പ്രൊവൈഡഡ് മീ എവറിത്തിങ്. ഹി ഇൻട്രൊഡ്യൂസ് മീ ടു ഹിസ് ഷോപ്പ്. പിന്നെ എനിക്ക് വേണ്ട എല്ലാം അവൻ ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച്. ഹൈ ബഡി, താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷമായി. ഞങ്ങളൊരു അരമണിക്കൂർ ഇരുന്ന് സംസാരിച്ച്. തലശ്ശേരിക്കാരനാണ്. താങ്ക് യു സോ മച്ച്. ഇതാണ് പുള്ളിയുടെ കട. ഇവിടെ ഒരുവിധം എല്ലാ ബസ്സുകളും നിർത്തും. ഭയങ്കര ബിസിയാണ് പുള്ളി. താങ്ക് യു സോ മച്ച്. സി ഇതൊക്കെയാണ് സന്തോഷം. ഞാൻ ആ പയ്യനായിട്ട് അരമണിക്കൂറോളം സംസാരിച്ചു. പുള്ളി പാലക്കാട് വരുമ്പോൾ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നാമത് വയറ് നിറച്ച് മലയാളം സംസാരിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ രാത്രിത്തെ സ്റ്റേ ഇവിടെയായിരുന്നു, ഈ പെട്രോൾ പമ്പിലായിരുന്നു. നോട്ട് ടെല്ലിങ് ദിസ് പെട്രോൾ പമ്പ് വാസ് സോ ഗുഡ് ആൻഡ് ഓൾ. ഞാൻ ഇവിടെ കിടന്നത്, എനിക്ക് വേറെ ബെഡ്ഷീറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് അതർ തിങ്സ് ഐ ഡിഡ് എവറിത്തിങ്. ഹായ് ഗൈസ്, സോ വെൽക്കം ടു ഡേ 3. അങ്ങനെ ഞാൻ എൻ്റെ ഇന്നത്തെ രാത്രി ഇവിടെ ഒരു പെട്രോൾ പമ്പിലാണ് വന്നു. അവരുടെ അടുത്ത് ചോദിച്ചു ഇവിടെ കിടന്നുറങ്ങാം എന്ന് സമ്മതിച്ചു. ഇവിടെ കിടന്നുറങ്ങണം. പുറകിൽ തന്നെ സൈക്കിളുണ്ട്. സോ ഫ്രഷായി ഡ്രസ്സെല്ലാം അലക്കിയിട്ടു. നന്നായിട്ട് കൈയും കാലും സ്ട്രെച്ച് ചെയ്യണം. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതിനൊരു കൈയും കണക്കിൽ അത്രയ്ക്ക് ചെയ്യണം സ്ട്രെച്ച്. എന്നാൽ മാത്രമേ, ഇപ്പോൾ ഓൾമോസ്റ്റ് 400 കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കാലും മസിലൊക്കെ ഇത്രയൊന്നും യൂസ് ടു അല്ലല്ലോ. അടുപ്പിച്ച് 400 കിലോമീറ്റർ 3 ദിവസം കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെയിൻ ഉണ്ട് എല്ലാ ദിവസവും രാത്രി. തൈസ്, അതേപോലെ ഹാംസ്ട്രിങ്, ഇവിടെയൊക്കെ പെയിൻ ഉണ്ട്. പക്ഷേ ഞാൻ അത്രയും സ്ട്രെച്ച് ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് എന്താ പറയുക, ബാമൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയാലേ എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ രാവിലെ ഒന്നും കുഴപ്പമില്ല. ആ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് കംസ്. കഴിഞ്ഞ് പോയി ഫുഡ് കഴിക്കണം, എന്തെങ്കിലും കഴിക്കണം. ആക്ച്വലി എൻ്റെ കയ്യിൽ 2 മാങ്ങ ഇരിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കണം അത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയാലോ എന്ന് ആലോചിക്കണം. സോ ഗൈസ്, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സോ ഗ്രേറ്റ്ഫുൾ. ഞാൻ വഴിയിൽ എന്തോരം ആൾക്കാരെ കാണുന്നുണ്ട് ആൻഡ് ദേ ആർ ഹെൽപ്പിംഗ് മീ സോ മച്ച് ഇൻ ഡിഫറെൻറ്റ് വേ. ഒന്നെങ്കിൽ അവർ ബൈക്കിൽ പോകുമ്പോൾ ജസ്റ്റ് ഒരു ഓൾ ദ ബെസ്റ്റ് തരുന്നതായിരിക്കും, അതിന് ഭയങ്കര സന്തോഷം വരും. അല്ലെങ്കിൽ കുട്ടികൾ അവർ തെലുങ്കിലൊക്കെ സംസാരിക്കുക, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവരിങ്ങനെ സൈക്കിൾ വന്ന് നോക്കുന്നു, ഗിയർ എവിടെ നോക്കുന്നു, ബോർഡ് നോക്കുന്നു, അങ്ങനെ പലതും നോക്കും. ഭയങ്കര സന്തോഷം കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ വയസ്സായ ആൾക്കാരാണെങ്കിലും അല്ലെ, അവരെനിക്ക് ഫ്രീ ആയിട്ട് മാങ്ങ തരിക, കരിമ്പിൻ്റെ ജ്യൂസ് കൊണ്ടുവന്ന് തരിക. അവർക്ക് എന്നെ അറിയില്ല, എനിക്ക് അവരെ അറിയില്ല. പക്ഷേ ദേ നോ ദാറ്റ് ഐ എം ഡൂയിങ് സംതിങ്, സൈക്കിളിൽ ഇങ്ങനെ പോകുന്നു എന്നുള്ളത്. സോ സപ്പോർട്ട്. പിന്നെ ഞാനൊരു മലയാളി ഒരു പയ്യനെ കണ്ടു. ഐ കാൺ ടെൽ ഈസ് വെരി ഓൾഡ്, ഈസ് എ വെരി യങ് ബോയ്. അവൻ എൻ്റെ കൂടെ ഏകദേശം ഒരു 5 കിലോമീറ്റർ വന്ന് ഹി ഓഫേർഡ് മീ ടീ.
അവരുടെ ഫാമിലി സ്വന്തമായിട്ടുള്ള കടയാണ്. അവിടെ പോയി വി ടോക്ക്ഡ് ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ. നല്ല മലയാളത്തിൽ സംസാരിച്ചു. തലശ്ശേരിക്കാരനാണ്. ബ്രദർ, താങ്ക് യു ഫോർ ദ സപ്പോർട്ട് സോ മച്ച്. അവരെനിക്ക് കോഫിയും വെള്ളവും ബിസ്ക്കറ്റും സ്വന്തം കടയിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ നീ കഴിച്ചോ, എന്തെങ്കിലും വേണോ, നിനക്ക് താമസിക്കണോ, ആ മൈൻഡായിരുന്നു. സോ ഗ്രേറ്റ്ഫുൾ എവരിബഡി, those who are watching, those who are at least smiling when I am going. ഇനി ചില ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത് എന്തിനാണ് മോനെ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സോ അവരുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് യു റെസ്പോണ്ട് സം വേ. ആൻഡ് എനിക്ക് മെസ്സേജ് അയക്കുന്ന എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ ഫ്രണ്ട്സ്, എന്നെ അറിയാത്തവർ എല്ലാവരും താങ്ക് യു സോ മച്ച്. സി യു ടുമോറോ. ഹെൽത്തി ആയിട്ടിരുന്നാൽ നാളെ ഒരു 100 കിലോമീറ്റർ ചവിട്ടാം. ഇന്ന് 100 ചവിട്ടാൻ പറ്റിയില്ല. 85 ചവിട്ടിയപ്പോഴേക്കും ഏകദേശം ആയി. ആൻഡ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. Say hi. What's your name? Venkateshwar Reddy. Hi.